ഈ പ്രദേശവാസികളോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. എന്തായാലും വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഓരോ മണിക്കൂറിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജലനിരപ്പ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ സാഹചര്യം? കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞങ്ങൾ ഉറക്കളിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. കാര്യം ഓരോ വീട്ടുകാരെയും ഇവിടുത്തെ പല വാഹനങ്ങൾ ഉൾപ്പെടെ 2018 ഞങ്ങൾ പെട്ടുപോയതാണ്. അതായത് ഒറ്റപ്പെട്ടു പോയൊരു സ്ഥലമാണ് ഈ പാണ്ടനാട് എന്ന് പറയുന്നത്. ഈ പാണ്ടനാട്ടിലെ ജനങ്ങളെ സുരക്ഷിതമായിട്ട് നിർത്താൻ വേണ്ടി സേവാഭാരതിയുടെ നിലയിൽ ഞങ്ങൾ ഇന്ന് 3 ദിവസമായിട്ട് ഈ രാത്രി ഉറക്കളിച്ച് നമ്മൾ ഈ നാട്ടിൽ നിൽക്കുകയാണ്. കാര്യം ഈ ഇന്നലെ പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നം, ഈ ഒരു ഇതാണ് വെള്ളം ഇറങ്ങിപ്പോയതാണ്, പിന്നെ രണ്ടാമത് ഇറങ്ങിയാണ്. അതായത് ഒരു രീതിയിലും ജനങ്ങൾക്ക് ഒരു ആശങ്കയില്ലാതെ എല്ലാ രീതിയിലും ഇവിടുത്തെ ചെറിയ സേവാഭാരതിയുടെ യൂണിറ്റിൽ എല്ലാ ജനങ്ങളും തോണ്ടാ വരുന്ന വണ്ടി ഉൾപ്പെടെ സേവാഭാരതിയുടെ വണ്ടിയാണ് തോണ്ടാ വരുന്നത്. ഒരു 15 കുടുംബത്തെ ഇന്ന് രാവിലെയോളം പല രീതിയിൽ സുരക്ഷിതമായിട്ട് മാറ്റിയതാണ്. കാര്യം 18 ഒറ്റപ്പെട്ട സ്ഥലം ഇപ്പോഴും ഞങ്ങൾക്ക് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഈ വെള്ളം, ഈ പ്രളയം പെട്ടെന്ന് കയറി വന്നതാണ്. കാര്യം ഒരു രീതിയിലും ജനങ്ങളെ ഇവിടുത്തെ MLA പോലും ഈ സമയം വരെ ഈ പ്രദേശത്ത് വന്നിട്ടില്ല. കാര്യം ഇവിടെ സേവാഭാരതിയാണ് എല്ലാ കാര്യത്തിനും ഇവിടെ മുൻകൈയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഈ എത്രത്തോളം കുടുംബങ്ങൾ ഇപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട്? ഇവിടുന്ന് ക്യാമ്പിലോട്ട് പല കുടുംബങ്ങളും മാറിയിട്ടുണ്ട്, പല കുടുംബങ്ങളും ഒറ്റപ്പെട്ട് കിടപ്പുണ്ട്. പക്ഷേ ഈ രീതിയിലും സർക്കാർ സംവിധാനമായിട്ട് ഒരു രീതിയിലും ഒരാളും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. സേവാഭാരതിയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അല്പസമയം ബോട്ട് ഉൾപ്പെടെ ഇവിടേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സേവാഭാരതിയുടെ യൂണിറ്റിലെ ബോട്ട് വേറെ സർക്കാർ ക്രമീകരണം ഇല്ലാത്തതിന് സേവാഭാരതിയുടെ യൂണിറ്റിലെ ബോട്ടും 2 ബോട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ രക്ഷാപ്രവർത്തനം ഇവിടെ നടത്തുകയാണ്.